ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പോകുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജസ്റ്റ് നിർത്തിയതാണ്. നമ്മൾ രാവിലെ ഒരു 5:30ക്കാണ് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു 7 മണി ആകാറായിട്ടുണ്ടാവും. 7 മണിക്കാണ് പക്ഷി സങ്കേതം തുറക്കുന്നത്. വൈകുന്നേരം 4:30-5 മണിയോടുകൂടി എൻട്രി ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് 7 മണിക്ക് അവിടെ എത്തണമെങ്കിൽ മാത്രമേ രാവിലെ നമുക്ക് പക്ഷികളെ കാണാൻ പറ്റുള്ളൂ. പക്ഷികൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല. പക്ഷെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ലോഡിലാണ് നിൽക്കുന്നത്. നമുക്കിനി അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഒരുപാട് പക്ഷികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇവിടെ നിൽക്കുമ്പം. പക്ഷെ ഒരാളെയും കാണുന്നില്ല. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ചൊരു 100 മീറ്റർ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് പക്ഷികളെ കാണുന്ന സ്ഥലമുള്ളത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ പോയില്ല, കാരണം ബോട്ടിംഗ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് രാവിലെ നമുക്കൊന്നും കാണാനില്ല. കൂടുതലായിട്ട് പക്ഷികൾ ഉണ്ടാകുന്ന സ്ഥലം ഈ 100 മീറ്റർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. രാവിലെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൊടുക്കാനൊക്കെ ഒരുപാട് വൈകി. നമ്മൾ രാവിലെ 7 മണിക്ക് ഇവിടെ എത്തിയെങ്കിലും നമുക്ക് ടിക്കറ്റ് കിട്ടിയത് 7:30ക്കാണ്. രാവിലെ മുതൽ ഒരു ആന ഈ സൈഡിൽ ഇറങ്ങി നിൽപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ടിക്കറ്റ് തന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആ ഹാ ഹാ ഇന്ന് വന്നിരുന്നല്ലേ ആന? ആ ആ ഇവിടുന്ന് എത്ര കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്? ഇവിടുന്ന് 3 കിലോമീറ്റർ മുകളിലേക്കുണ്ട്. ഇതിന്റെ ഏരിയ വരും. അത് കുയിമുട്ടിപ്പുഴയും ഈ പെരിയാറങ്ങനെയും കൂട്ടുകിട്ടുന്ന സ്ഥലത്താണ് ഇതിന്റെ എൻ്റെ. അവിടെ നോക്കിയാണെങ്കിൽ കോസാങ്കട്ട് ഡാം കാണാം. അവിടെ വരെ ഉണ്ടായിരുന്നു. ഇപ്പം ആനയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത്ര ദൂരത്തേക്ക് കടത്തിവിടുന്നില്ല. ഓക്കെ. അതെന്തോ കുറച്ച് ഏരിയ മാത്രമേ. അത് ഈ ഉച്ചേക്കർ. അതിൻ്റെ സൗണ്ട് ഇത്ര വലുതാണോ? അതുണ്ട്. ഓഹോ, ഇവിടെ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. അപ്പം ഈ കമ്പിക്കകത്ത് ഇപ്പോൾ കറണ്ട് കൊടുത്തിട്ടില്ല അല്ലേ? ഞാൻ അവിടെ ഓഫ് ചെയ്തില്ലേ. ആള് പോകുമ്പോൾ ഓഫ് ചെയ്യോ? ഇല്ല, രാവിലെ അത് ഓഫ് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ കണക്ട് ചെയ്യും. ഇവിടെ ഒരു ബോർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലിച്ച് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പോകാവുള്ളൂ. നീല നിറത്തിൽ കാണണം. ഇത് പെരിയാറ് വീഴുന്ന കൂടുന്ന സ്ഥലം കൂട്ടിക്കൽ. കൂട്ടിക്കൽ അതിന്റെ തൊട്ട് താഴെയാണ് കൂത്തങ്കട്ട് ഡാം വരുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഓരോ തടാകങ്ങളാണ്. ഒരു മലയണ്ണാനിൽ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കായ പൊട്ടിച്ചിരിക്കുന്നു തേക്കിന്റെ. ഓ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. അവിടെ ഒരു മലയണ്ണാൻ ഇരുന്നിട്ട് കായ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട് തേക്കിന്റെ. പക്ഷെ ക്യാമറയിൽ കിട്ടുമെന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയാണ് നിങ്ങൾ സ്പോട്ട് ചെയ്യണോ എവിടെ ഉണ്ടെന്ന്? സൗണ്ട് കേട്ടിട്ടാ? ആണോ? ഇതിലേക്കൂടെ ഒക്കെ വെള്ളം പോകുന്നതാണോ മഴയത്ത്? നമ്മൾ ഭൂതത്താൻകെട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 1-2 സ്ഥലങ്ങളുണ്ട്. ആ ഹാ ഹാ ഫുൾ പക്ഷികളുടെ സൗണ്ട് അല്ലേ? ഈ ഒക്ടോബറിന് മുമ്പുള്ള സമയത്ത് ഇത്രയും പക്ഷികൾ വരില്ലേ? ആ, കുറവായിരിക്കും. എന്നാലും പക്ഷി നമ്മുടെ നാട്ടിലുള്ള പക്ഷികൾ ഉണ്ട്. ഇപ്പൊ മൈഗ്രേറ്റഡ് ബേർഡ്സ് വരുന്ന ടൈമാണ് ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെ. ഓ, ഇത് അടിപൊളി സ്ഥലമായി പോയി. ഓ, അവിടെ അല്ലേ?
അവിടെ ഒരു ബോട്ടും അവിടെ ആ വെള്ളത്തിൽ കുറച്ച് താറാവും കിടപ്പുണ്ട്. അത് കാട്ടു താറാവാണ്, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് സൈറ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഇവിടെ വരിക തന്നെ വേണം. നമ്മൾ ക്യാമറയിൽ കൂടെ കാണിക്കുന്നതിനൊരു പരിധിയുണ്ട്. നമ്മൾ 2 സ്ഥലത്തും കൈത വളർന്നു നിൽക്കുന്ന ഒരു വരമ്പിൽ കൂടെ കേട്ടോ പോണത്. ഇവിടെ ഫുൾ ഇവിടെയൊക്കെ കയറും. വെള്ളം ഇതിലേക്ക് വന്നിട്ട് ഇതിന് നേരെ പുഴയിലേക്ക് പോകും. സ്റ്റാർലിങ്. അതിനകത്ത് കാണുന്ന എല്ലാ ബേർഡ്സും അതാണോ? മൈന. അതിൻ്റെ മുകളിലുള്ള 2 എണ്ണം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം. സ്റ്റാർലിങ് എന്നാണ് ആ പക്ഷിയുടെ പേര്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ ഇവിടെ. നമ്മൾ ശരിക്കും തിക്ക് ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് ചുറ്റും കാടാണ്. അപ്പോൾ രാവിലെ ഒരു ആന ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ രാവിലെ ഈ ഫോറസ്റ്റ് വാച്ചർ വന്നിരിക്കുന്നത്. പുള്ളി വാച്ചറാണ്, ഗൈഡല്ല. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വരികയാണ്. രാവിലെയാണ് ആന ഇറങ്ങി ഇവിടെ നിൽക്കാനുള്ള ചാൻസ്. അപ്പോൾ നമുക്കതൊരു ശരിക്കും ലക്കായി. നമുക്കൊരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും പറ്റുമല്ലോ. അപ്പോൾ ഇൻ കേസ് നമുക്കിവിടെ വന്നിട്ട് പക്ഷികളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മനസ്സൊക്കെ തണുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇത്. നിങ്ങൾ വരുമ്പോൾ ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി മാർച്ച് വരെയുള്ള ടൈമിൽ വരാൻ നോക്കണം. ഇതിലേക്കൂടെ അങ്ങ് വരികയും ചെയ്യാം അല്ലേ? ഇതേ ആ വശത്തുനിന്ന് ആനയ്ക്ക് ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടെ കയറി ഇതിൻ്റെ അകത്തെത്താം. അപ്പോൾ ഇവർ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് ആന ഉണ്ടോ, ഇവർക്ക് ആനേനെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫുട് പ്രിൻറ്റും പിന്നെ ഈ ഇതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ്. എന്നിട്ട് ചാണകം എന്നാണോ പറയുന്നത്? സ്മെല്ല്. ആനയുടെ സ്മെല്ലൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. പിന്നെ ആനയുടെ ഫുട് പ്രിൻ്റ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാവിലെ ആന വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ് മോണിറ്റർ ചെയ്യും അതിനെ. ആന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. അത് മാത്രമല്ല, ഈ ഒരു മരത്തിൻ്റെ പുറകിലേ ഇവർ നിന്നാൽ നമുക്ക് അറിയില്ല. മറഞ്ഞു നിൽക്കും. അയ്യോ, അതേത് കളിയാ? ഇരട്ടവാല. അത് നമുക്ക് സാധാരണ ഉള്ളത് തന്നെയല്ലേ? വെരി നൈസ് വഴികൾ അവിടെയൊക്കെ. അയ്യോ കണ്ട, ഇവിടെ ഈ പോയിന്റിൽ വന്ന ജംഗിൾ ബാബ്ലർ. സെവൻ സിസ്റ്റേഴ്സോ? അവർ 7 പേര് അങ്ങനെ കൂടിയിട്ടല്ലേ പോണത്? ജംഗിൾ ബാബ്ലർ. കണ്ടോ, ഇവിടെ ഉറുമ്പുണ്ട്. ഇതെന്ത് ലൈനായിട്ടാണ് വരുന്നതെന്ന് നോക്ക്. നമ്മളാണെങ്കിൽ ഇത്രയും ഡിസിപ്ലിനായിട്ട് പോവുമോ എവിടെയെങ്കിലും? ഇവർക്ക് ആരുമില്ല, മാസ്റ്റേഴ്സ് ഒന്നുമില്ല, എന്നിട്ട് ഇവർ ലൈനായി പോണതുണ്ടോ? അത് കാണാൻ പറ്റില്ല അല്ലേ? ഇവിടെ ഒരു പക്ഷി ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെ മരത്തിലിരിക്കുന്ന കാണാമോ? പോയോ അത്? ഇതുണ്ടോ തല? അതിൻ്റെ കാണാമോ? ഇത് ഇങ്ങോട്ട് നിൽക്കുന്ന കമ്പ് കണ്ടോ? അപ്പുറ സൈഡിൽ ഫ്ലൈ ക്യാച്ചർ. ആ പക്ഷിയുടെ പേര് ഫ്ലൈ ക്യാച്ചർ എന്നാണ് കേട്ടോ. പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ ശരിക്കും ഒന്ന് വരേണ്ട സ്ഥലമാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ വരണം. ഇപ്പോൾ ഒരുപാട് പക്ഷികളെ നേരിട്ട് കാണാൻ പറ്റും. നമുക്ക് ക്യാമറയിൽ കൂടെ, അല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ ക്യാമറ തന്നെ വേണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയേ? സൗണ്ട് കേട്ടോണ്ട് നോക്കിയതാണോ? ഇവിടെ ഉണ്ട് എന്നറിയോ? അല്ല, അത് ഇവിടെ നോർമലി ഉള്ള പക്ഷിയാണോ അതോ മൈഗ്രേറ്റഡ് ആണോ? കണ്ടോ, ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഈ കാട്ടിൻ്റെ അകത്ത് ഇവിടെ താമസിക്കാൻ വേണ്ടി സ്റ്റേ കൊടുത്തിരുന്നതാണ് നേരത്തെ. ഇപ്പം ആനയുടെ ശല്യവും പിന്നെ കൊറോണയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇത് റെൻറ്റിന് കൊടുക്കുന്നില്ല. രാത്രി ഇവിടെ താമസിക്കാൻ അയ്യോ ഇവിടെ കമ്പിയൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ഫുൾ ടൈം ആന വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആനപ്പിണ്ടം കിടക്കണുണ്ടോ, ഫുൾ ടൈം ആന വരുന്ന സ്ഥലമാണ്. ഇവിടെ രാത്രി താമസിക്കാൻ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും. പക്ഷികളുടെ സൗണ്ടും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല കിഡു ആംബിയൻസ് ആയിരിക്കും ഇവിടെ സ്റ്റേക്ക് കൊടുക്കുകയാണെങ്കിൽ. രാത്രി പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമുക്കിവിടെ താമസിക്കാം. ഒരു 3 നിലകളിലായിട്ട് ഓരോ റൂം വീതമുള്ള ഒരു സ്റ്റേ ആണ്. ഇവിടെ മൊത്തം കമ്പി കെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷെ അത് മൊത്തം ആന ചവിട്ടി ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് ധൈര്യമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വന്ന് താമസിക്കാം. നമുക്കിനി ഇതിൻ്റെ മുന്നോട്ട് കുറച്ചും കൂടെ പോകാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് എടുത്ത് വരണം. ആന ഉള്ളതുകൊണ്ട് അധികം സ്ഥലത്തേക്ക് നമ്മൾ കടത്തി വിടില്ല. പിന്നെ തിരിച്ച് കറങ്ങി നമ്മൾ ആ വഴിക്ക് തന്നെ പോകണം. നമുക്കിവിടെ 2-3 വഴിയുണ്ട്. ഏത് വഴി വേണമെങ്കിലും നമുക്ക് പോയാൽ തിരിച്ചെത്തും. ഈ തെളിച്ചിട്ടിരിക്കുന്ന വഴി കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ഈ തെളിച്ചിട്ടേക്കുന്ന വഴി കൂടെ പോയാൽ ഏത് വഴി പോയാലും നമ്മൾ കറങ്ങി നമ്മൾ വരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. ആനയുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, കറക്റ്റ് വഴികൾ മനസ്സിലാവും. നടന്നു കഴിയുമ്പോഴേ ആനയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പേടിയുള്ളൂ. അവിടുന്ന് ആളെ കയറ്റി വിടാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. പുലി ഉണ്ടാവും? പുലി ഇതിൻ്റെ ഉള്ളില്ല. ഇല്ലേ? ചെന്നായോ? കാട്ടുപട്ടിക്ക് നമ്മൾ ഉപദ്രവിക്കോ? ഉപദ്രവിക്കുമെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. കണ്ടെത്തിയിട്ടുണ്ട്, നമ്മുടെ ക്യാമറമാനെ കണ്ടെത്തിയിട്ടുണ്ട്. അവസാനം മൈ 1 and only ഡെഡിക്കേറ്റഡ് ക്യാമറമാൻ കമ്മിങ്. ഞങ്ങൾ എവിടെയൊക്കെ പോയെന്നറിയോ? ഏതൊക്കെ വഴി പോയെന്നറിയോ? വല്ലത്തിനും പക്ഷികളെ കിട്ടിയോ? ഫ്ലൈ ക്യാച്ചർ കിട്ടിയോ? ഞങ്ങൾ കുറേ പക്ഷികളെ കണ്ടു, പക്ഷെ ഈ ക്യാമറ കിട്ടിയോന്ന് എനിക്കറിയില്ല. അതുവഴിയും പോവാല്ലേ? അങ്ങനെ പോവാല്ലേ? ഇങ്ങനെ പോയിട്ട് നേരെ വഴിയിലേക്ക് കിടന്നു. നമ്മളെ ഫോറസ്റ്റ് വെഹിക്കിൾ ഓടുന്ന വഴിയാണ്. ഇതുവഴി അങ്ങ് പോവായോ? അവിടുത്തെ ആംബിയൻസ് അസാധ്യമാണ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുള്ള ബട്ടർഫ്ലൈ ഗാർഡനും കുറച്ച് ഏരിയ ഉണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും പക്ഷി സങ്കേതവും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.